പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 14ാമത്തെ യൂണിറ്റായ ബയോമോളിക്യൂളിൽ +2 പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ഭാഗം, അതിൻ്റെ ഫോക്കസ് ഏരിയ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടെടുക്കുന്ന ഒരു ക്ലാസ്സാണിത്. അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുന്ന ടോപ്പിക്കുകൾ മാത്രമാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് എന്താണ് ബയോമോളിക്യൂൾ എന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ ഒരുപാട് സുവോളജി ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുള്ള ടേമാണ് ബയോമോളിക്യൂൾ. എന്തായിരിക്കും ബയോമോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിനും മെയിൻ്റനൻസിനും ആവശ്യമായ മോളിക്യൂൾസിനെയാണ് നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്, അല്ലേ? The molecule present in living system like carbohydrate, protein, nucleic acid, vitamins, etc., which are essential for the growth and maintenance of our body are called biomolecule. നമ്മുടെ ബോഡിയിലുള്ള വിറ്റാമിൻസ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ് പോലെ നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിനും മെയിൻ്റനൻസിനും ആവശ്യമായ എല്ലാ മോളിക്യൂളിനെയും നമുക്ക് കോമൺ ആയിട്ട് ബയോമോളിക്യൂൾ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, വിറ്റാമിൻസ് പോലെയുള്ള ബയോമോളിക്യൂളിനെ കുറിച്ചും അതിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഇവിടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുന്ന ടോപ്പിക്കുകൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചാണ്. എന്താണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്റ്റാർച്ച്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഇതൊക്കെ കാർബോഹൈഡ്രേറ്റുകളാണ്. എന്താണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ? കാർബോഹൈഡ്രേറ്റ്സ് ആർ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡോ അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി കീറ്റോണോ ആയിരിക്കും. എന്താണ് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അവിടെ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു കീറ്റോണിക് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ പോളിഹൈഡ്രോക്സി ആണ്. പോളിഹൈഡ്രോക്സി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഒരുപാട് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുകൾ, അല്ലെ, OH ഗ്രൂപ്പുകളും ആൽഡിഹൈഡും കൂടെ ചേർന്ന ഒരു മോളിക്യൂൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് OH ഗ്രൂപ്പുകളും കീറ്റോണും കൂടെ ചേർന്ന ഒരു കോമ്പൗണ്ട് ആയിരിക്കും കാർബോഹൈഡ്രേറ്റ്. ഓർ ദ കോമ്പൗണ്ട് വിച്ച് പ്രൊഡ്യൂസ് സച്ച് യൂണിറ്റ് ഓൺ ഹൈഡ്രോളിസിസ്. അല്ലെങ്കിൽ ഒരു ലാർജ് മോളിക്യൂൾ ആയിരിക്കും. ആ മോളിക്യൂളിനെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ഒരുപാട് സ്മോളർ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡുകളോ പോളിഹൈഡ്രോക്സി കീറ്റോൺ യൂണിറ്റുകളോ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മോളിക്യൂളിനെയാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ? ദേ ആർ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഓർ ദ കോമ്പൗണ്ട് വിച്ച് പ്രൊഡ്യൂസ് സച്ച് യൂണിറ്റ് ഓൺ ഹൈഡ്രോളിസിസ്, അല്ലേ? ഒരുപാട് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുകളും ആൽഡിഹൈഡും കൂടെ ചേർന്ന ഒരു മോളിക്യൂൾ, അതാണ് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്. അല്ലെങ്കിൽ ഒരുപാട് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുകളും കീറ്റോണും കൂടെ ചേർന്ന ഒരു മോളിക്യൂൾ, അതായത് പോളിഹൈഡ്രോക്സി കീറ്റോൺ. അപ്പോൾ ഒരു പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡോ അല്ലെങ്കിൽ ഒരു പോളിഹൈഡ്രോക്സി കീറ്റോണോ ആയിരിക്കും കാർബോഹൈഡ്രേറ്റ്. അല്ലെങ്കിൽ ഒരു ലാർജ് മോളിക്യൂൾ വിച്ച് ഓൺ ഹൈഡ്രോളിസിസ് ഗിവ് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ഓക്കെ, അങ്ങനെയുള്ള മോളിക്യൂളിനെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വിളിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലാന്റ്സിലാണ്. പ്ലാന്റ്സിൽ നിന്നാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നത്. കാർബോഹൈഡ്രേറ്റിന്റെ നമ്മൾ സാക്രൈഡ്സ് അല്ലെങ്കിൽ ഷുഗേഴ്സ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിൾ ആണ് കെയിൻ, ഷുഗർ, ഗ്ലൂക്കോസ്, സ്റ്റാർച്ച്. ഇതൊക്കെ കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിളുകളാണ്. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം കാർബോഹൈഡ്രേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബോഹൈഡ്രേറ്റിനെ അതിന്റെ മോളിക്യുലാർ സൈസിന്റെ ബേസിൽ നമുക്ക് 3 ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കാർബോഹൈഡ്രേറ്റിനെ മോളിക്യൂളിന്റെ സൈസിന്റെ ബേസിൽ നമുക്ക് 3 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് മോണോസാക്കറൈഡ്, രണ്ടാമത്തത് ഒലിഗോസാക്കറൈഡ്, മൂന്നാമത്തത് പോളിസാക്കറൈഡ്. പേരിൽ തന്നെ ഉണ്ട് അതെന്താണെന്ന്. മോണോസാക്കറൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? മോണോ മീൻസ് ഒന്ന്, ഒരൊറ്റ സാക്കറൈഡ്, ഒരൊറ്റ യൂണിറ്റ് ആയിരിക്കും, അല്ലെ? അതിനെ വീണ്ടും നമുക്ക് സിംപ്ലർ യൂണിറ്റ് ആക്കി മാറ്റാൻ പറ്റില്ല. അങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് മോണോസാക്കറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. These are the carbohydrate which cannot be hydrolyzed into simpler units. Okay, carbohydrate which cannot be hydrolyzed into simpler units of polyhydroxy aldehyde or ketone. വീണ്ടും ഹൈഡ്രോളിസിസ് നടത്തി സിംപ്ലർ യൂണിറ്റ് കാർബോഹൈഡ്രേറ്റിന്റെ സിമ്പിൾ യൂണിറ്റുകളാക്കി മാറ്റാൻ പറ്റാത്ത കാർബോഹൈഡ്രേറ്റിനെയാണ് നമ്മൾ മോണോസാക്കറൈഡ്സ് എന്ന് വിളിക്കുന്നത്.
These are the carbohydrate which cannot be hydrolyzed into simpler units of polyhydroxyaldehyde or ketone. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള മോണോസാക്രൈഡിനെ അങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റിനെ നമുക്ക് മോണോസാക്രൈഡ്സ് എന്ന് വിളിക്കാം. മോണോസാക്രൈഡിന് എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, റൈബോസ്, ഗാലക്ടോസ്. ഇതൊക്കെ മോണോസാക്രൈഡിന് എക്സാമ്പിളുകളാണ്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് ഒലിഗോസാക്രൈഡ്. അടുത്ത ഗ്രൂപ്പാണ് ഒലിഗോസാക്രൈഡ്. എന്താണ് ഒലിഗോസാക്രൈഡ് എന്ന് പറഞ്ഞാൽ? ദിസ് ആർ ദ കാർബോഹൈഡ്രേറ്റ് വിച്ച് ഗിവ് 2 to 10 മോണോസാക്രൈഡ് യൂണിറ്റ്സ് ഓൺ ഹൈഡ്രോളിസിസ്. ഒരു കാർബോഹൈഡ്രേറ്റിന് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ നമുക്ക് 2 മുതൽ 10 യൂണിറ്റ് വരെ മോണോസാക്രൈഡുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മോളിക്യൂളിനെ പറയുന്ന പേരാണ് ഒലിഗോസാക്രൈഡ്. Okay, these are the carbohydrate which give 2 to 10 monosaccharide units on hydrolysis. ഇതിനെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ ഒരു കാർബോഹൈഡ്രേറ്റിനെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ 2 മോണോസാക്രൈഡ് യൂണിറ്റുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡൈസാക്രൈഡ് എന്ന് വിളിക്കാം. ഇനി 3 യൂണിറ്റ് കിട്ടുന്നെങ്കിൽ ട്രൈസാക്രൈഡ് എന്ന് വിളിക്കാം. അപ്പോൾ കാർബോഹൈഡ്രേറ്റിന് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ 4 മോണോസാക്രൈഡ് യൂണിറ്റുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ടെട്രാസാക്രൈഡ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റിനെയാണ് ഒലിഗോസാക്രൈഡ് എന്ന് വിളിക്കുന്നത്. ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ 2 മുതൽ 10 യൂണിറ്റ് വരെ മോണോസാക്രൈഡുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഒലിഗോസാക്രൈഡ്സ് എന്ന് വിളിക്കാം. ഒലിഗോസാക്രൈഡിന് എക്സാമ്പിൾ ആണ് സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. ഇതൊക്കെ ഒലിഗോസാക്രൈഡിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് പോളിസാക്രൈഡ്സിനെ കുറിച്ചാണ്. എന്താണ് പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പോളി മീൻസ് എ നമ്പർ ഓഫ്, അല്ലേ? അപ്പൊ എന്തായിരിക്കും പോളിസാക്രൈഡ്സ്? ദ കാർബോഹൈഡ്രേറ്റ് വിച്ച് ഗിവ് ലാർജ് നമ്പർ ഓഫ് മോണോസാക്രൈഡ് യൂണിറ്റ് ഓൺ ഹൈഡ്രോളിസിസ്. ഒരു കാർബോഹൈഡ്രേറ്റിന്റെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ഒരുപാട് മോണോസാക്രൈഡ് യൂണിറ്റുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റിന് പറയുന്ന പേരാണ് പോളിസാക്രൈഡ്. ഒരു കാർബോഹൈഡ്രേറ്റിന് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ഒരുപാട് മോണോസാക്രൈഡ് യൂണിറ്റുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റിനെ നമുക്ക് പോളിസാക്രൈഡ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇപ്പോൾ പോളിസാക്രൈഡിന് എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ എക്സെട്ര. ഓക്കെ, അപ്പൊ എന്താണ് മോണോസാക്രൈഡ്, ഒലിഗോസാക്രൈഡ്, പോളിസാക്രൈഡ് നമ്മൾ പഠിച്ചു അല്ലേ? കാർബോഹൈഡ്രേറ്റിനെ അതിന്റെ മോളിക്യൂളിന്റെ സൈസിന്റെ ബേസിൽ നമുക്ക് 3 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മോണോസാക്രൈഡ്, ഒലിഗോസാക്രൈഡ്, പോളിസാക്രൈഡ്. ഇനി എന്താണ് മോണോസാക്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു എന്താണ് മോണോസാക്രൈഡ്. അപ്പൊ ഈ മോണോസാക്രൈഡിൽ തന്നെ ഇപ്പൊ മോണോസാക്രൈഡ് എന്ന് പറയുമ്പോൾ ഒറ്റ യൂണിറ്റ് ആണ്. അതിനെ വീണ്ടും നമുക്ക് സിംപ്ലർ യൂണിറ്റ് ആക്കി മാറ്റാൻ പറ്റില്ല. അതൊരൊറ്റ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡോ അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി കീറ്റോൺ യൂണിറ്റോ ആയിരിക്കും. ഈ മോണോസാക്രൈഡ് യൂണിറ്റിൽ ആൽഡിഹൈഡ് ആണുള്ളതെങ്കിൽ, അത് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ആണെങ്കിൽ നമുക്കതിനെ ആൽഡോസ് എന്ന് വിളിക്കാം. ഓക്കെ, എ മോണോസാക്രൈഡ് കണ്ടെയ്നിങ് ആൻ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഈസ് കോൾഡ് ആൽഡോസ്. While a monosaccharide containing a ketonic group is known as ketose. അവിടെ കീറ്റോണിക് ഗ്രൂപ്പ് ആണുള്ളതെങ്കിൽ നമുക്കതിനെ കീറ്റോസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി അതിലുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ ബേസിൽ നമുക്ക് വീണ്ടും അതിനെ ക്ലാസിഫൈ ചെയ്യാം. മോണോസാക്രൈഡിനെ 3 കാർബൺ ആറ്റങ്ങളാണ് ഒരു മോണോസാക്രൈഡിൽ ഉള്ളതെങ്കിൽ അതിനെ നമുക്ക് ട്രയോസ് എന്ന് വിളിക്കാം. 4 എണ്ണമാണെങ്കിൽ ടെട്രോസ്. 5 കാർബൺ ആറ്റങ്ങളുള്ള മോണോസാക്രൈഡ് ആണെങ്കിൽ അതിനെ പെൻറ്റോസ് എന്ന് വിളിക്കാം. 6 കാർബൺ ആറ്റം ഉള്ളതാണെങ്കിൽ ഹെക്സോസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇപ്പൊ ഗ്ലൂക്കോസ് ഒക്കെ 6 കാർബൺ ആറ്റം ഉള്ള മോണോസാക്രൈഡ് ആണ്. ഗ്ലൂക്കോസിന്റെ ഫോർമുല നിങ്ങൾക്കറിയാം, C6H12O6 ആണ് ഗ്ലൂക്കോസ് അല്ലെ? അവിടെ C6 എത്ര കാർബൺ ആറ്റം ആണുള്ളത്? 6 കാർബൺ ആറ്റം ആണുള്ളത്. അപ്പോൾ നമുക്ക് ഗ്ലൂക്കോസിനെ ഒരു ഹെക്സോസ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് മോണോസാക്രൈഡിന്റെ പ്രിപ്പറേഷൻ ആണ്. മോണോസാക്രൈഡിൽ തന്നെ ഗ്ലൂക്കോസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഗ്ലൂക്കോസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഗ്ലൂക്കോസിന്റെ പ്രിപ്പറേഷൻ 2 മെത്തേഡ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് സൂക്രോസിൽ നിന്ന്, ഒന്ന് സ്റ്റാർച്ചിൽ നിന്ന്. സൂക്രോസിൽ നിന്ന് എങ്ങനെ ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യാം? Sucrose on hydrolysis in presence of dilute HCl or H2SO4. സൂക്രോസിനെ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയോ അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡിന്റെയോ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടുന്നു. ഓക്കെ, ഇവിടെ നോക്കാം. ഇതാണ് സൂക്രോസ് C12H22O11. ഇതിനെ ഹൈഡ്രോളിസിസ് നടത്തുകയാണ്. ഇതിന്റെ പ്രസൻസിലാണ് ഡൈല്യൂട്ട് HClന്റെയോ അല്ലെങ്കിൽ H2SO4ന്റെയോ പ്രസൻസിൽ നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. C6H12O6
ഇതും C6H12O6 രണ്ടും ഒരേ ഫോർമുലയായിരിക്കും. ഇത് ഗ്ലൂക്കോസ്, ഇത് ഫ്രക്ടോസ്. തമ്മിലുള്ള വ്യത്യാസം, ഇതൊരു ആൽഡോസ് ആണ്, ഗ്ലൂക്കോസ് ഒരു ആൽഡോസ് ആണ്, ഫ്രക്ടോസ് ഒരു കീറ്റോസ് ആണ്. ഓക്കെ, ആൽഡോ ഹെക്സോസ് ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഒരു കീറ്റോ ഹെക്സോസ് ആണ്. ഓക്കെ, ഇവിടെ കീറ്റോണിക് ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുക, അതാണ് വ്യത്യാസമുള്ളത്. അപ്പൊ സൂക്രോസിനെ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയോ സൾഫ്യൂരിക് ആസിഡിന്റെയോ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇനി സ്റ്റാർച്ചിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഗ്ലൂക്കോസിന്റെ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ സ്റ്റാർച്ചിൽ നിന്നാണ് നടത്തുന്നത്. സ്റ്റാർച്ചിന് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ starch on hydrolysis in presence of dilute sulfuric acid at 393 Kelvin. ഇവിടെ സ്റ്റാർച്ചിനെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു? ബോയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഗ്ലൂക്കോസ് കിട്ടുന്നത്. n നമ്പർ ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കിട്ടുന്നു, n നമ്പർ ഓഫ് C6H12O6. അപ്പൊ സ്റ്റാർച്ചിന് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ 393 കെൽവിനിൽ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കിട്ടുന്നു. ലാർജ് നമ്പർ ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് പഠിച്ചു. സൂക്രോസിന് ഹൈഡ്രോളിസിസ് നടത്തിയാലും നമുക്ക് ഗ്ലൂക്കോസ് കിട്ടും, സ്റ്റാർച്ചിന് ഹൈഡ്രോളിസിസ് നടത്തിയാലും നമുക്ക് ഗ്ലൂക്കോസ് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ മോണോസാക്രൈഡിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡൈസാക്രൈഡിനെ കുറിച്ചാണ്. എന്താണ് ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ 2 മോണോസാക്രൈഡ് യൂണിറ്റുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഡൈസാക്രൈഡ്, അല്ലെ? ഡൈസാക്രൈഡ് ഒലിഗോസാക്രൈഡിൽ തന്നെയാണ് പെടുന്നത്. ഒലിഗോസാക്രൈഡ് എന്താ നമ്മൾ പഠിച്ചു? ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ 2 മുതൽ 10 യൂണിറ്റ് വരെ മോണോസാക്രൈഡ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒലിഗോസാക്രൈഡ് എന്ന് പറയാം. ഒലിഗോസാക്രൈഡിൽ തന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഡൈസാക്രൈഡ്, ട്രൈസാക്രൈഡ്, ടെട്രാസാക്രൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെ? എത്ര യൂണിറ്റ് കിട്ടുന്നുണ്ട് അതിന്റെ ബേസിൽ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the carbohydrate which on hydrolysis give 2 unit of monosaccharides are known as disaccharides. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഡൈസാക്രൈഡ്സിനെ കുറിച്ചാണ്. ഡൈസാക്രൈഡിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും സൂക്രോസ്. നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു സൂക്രോസിനെ പറ്റി. സൂക്രോസിനെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ നമ്മൾ പറഞ്ഞു സൂക്രോസിനെ ഡൈല്യൂട്ട് HClന്റെയോ H2SO4ന്റെയോ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടുന്നു എന്ന് പറഞ്ഞു, അല്ലേ? അപ്പൊ അവിടെ 2 മോണോസാക്രൈഡ് യൂണിറ്റുകൾ ഫോം ചെയ്തു, ഒരു ഗ്ലൂക്കോസും ഒരു ഫ്രക്ടോസും ഫോം ചെയ്തു. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഡൈസാക്രൈഡ് ആയ സൂക്രോസ് ആയിട്ട് മാറുന്നത്. ഇവിടെ എങ്ങനെയാണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടെ കമ്പൈൻ ചെയ്യുന്നത്? ഒരു ഡൈസാക്രൈഡിൽ 2 മോണോസാക്രൈഡ് യൂണിറ്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന ലിങ്കേജിന് പറയുന്ന പേരാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഓക്കെ, എന്താണ്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഇൻ എ ഡൈസാക്രൈഡ് മോളിക്യൂൾ ദ മോണോസാക്രൈഡ്സ് ആർ ജോയിൻഡ് ടുഗെദർ ബൈ ആൻ ഓക്സൈഡ് ലിങ്കേജ് formed by loss of water molecule called glycosidic linkage. അപ്പൊ എന്താണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബോഹൈഡ്രേറ്റിൽ 2 മോണോസാക്രൈഡ് യൂണിറ്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന ലിങ്കേജിന് പറയുന്ന പേരാണ് എന്ത്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? 2 വാട്ടർ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഓക്സൈഡ് ലിങ്കേജ് ആണത്. ഓക്കെ, അപ്പൊ ഇവിടെ സൂക്രോസ് ഒരു ഡൈസാക്രൈഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സൂക്രോസിന് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ 2 മോണോസാക്രൈഡ് യൂണിറ്റുകളാണ് കിട്ടുന്നത്, ഒരു ഗ്ലൂക്കോസും ഒരു ഫ്രക്ടോസും. അതുകൊണ്ട് നമുക്ക് സൂക്രോസ് ഒരു ഡൈസാക്രൈഡ് ആണെന്ന് പറയാം. ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും എങ്ങനെയാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജിലൂടെ കമ്പൈൻ ചെയ്തിരിക്കുന്നത്? ഇതാണ് സൂക്രോസിന്റെ സ്ട്രക്ചർ. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതൊരു ഗ്ലൂക്കോസ് യൂണിറ്റ് ആണ്, ഇതൊരു ഫ്രക്ടോസ് യൂണിറ്റും ആണ്. ഈ ഗ്ലൂക്കോസ് യൂണിറ്റും ഫ്രക്ടോസ് യൂണിറ്റും തമ്മിൽ ഇങ്ങനെ ഒരു ലിങ്കേജിലൂടെ, ഒരു ഓക്സൈഡ് ലിങ്കേജ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു O, അല്ലേ? ഒരു ഓക്സൈഡ് ലിങ്കേജിലൂടെ കണക്ട് ചെയ്തിരിക്കുന്നു. ഈ ലിങ്കേജിന് പറയുന്ന പേരാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഇവിടെ ഒരു OH ഉണ്ടായിരുന്നു, ഇവിടെയും ഒരു OH ഉണ്ടായിരുന്നു. ആ OHും കൂടെ ചേർന്നിട്ട് H2O അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തു. പിന്നെ അവിടെ ബാക്കിയുള്ളത് ഒരു O ആണ്. ഓക്കെ, ആ O ആണ് ഇവിടെ നമുക്കൊരു ഓക്സൈഡ് ലിങ്കേജ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അതാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഓക്കെ, അപ്പോൾ ഒരു കാർബോഹൈഡ്രേറ്റിൽ 2 മോണോസാക്രൈഡ് യൂണിറ്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന ലിങ്കേജിന് പറയുന്ന പേരാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഓക്കെ, ഇനി ഇവിടെ ഗ്ലൂക്കോസിൽ ഫസ്റ്റ് കാർബൺ ആറ്റമാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജിൽ പങ്കെടുത്തിരിക്കുന്നത്. ഫ്രക്ടോസിൽ സെക്കൻഡ് കാർബൺ ആറ്റവുമാണ്.
ഗ്ലൂക്കോസിന്റെ ഫസ്റ്റ് കാർബൺ ആറ്റം ആൽഡിഹൈഡിക് കാർബൺ ആറ്റമാണ്. ഫ്രക്ടോസിന്റെ സെക്കൻഡ് കാർബൺ ആറ്റം കീറ്റോണിക് കാർബൺ ആറ്റവുമാണ്. ഓക്കെ, അപ്പൊ ഇത് ആൽഡിഹൈഡും ആയിരുന്നു, ഇവിടെ കീറ്റോണും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഗ്ലൂക്കോസിലെ ആൽഡിഹൈഡും ഫ്രക്ടോസിലെ കീറ്റോണുമാണ് ഇവിടെ എന്ത് ചെയ്തത്, ഗ്ലൈക്കോസിഡിക് ലിങ്കേജിൽ പങ്കെടുത്തത്. ഇനി ഇവിടെ ബാക്കിയുള്ളത് എന്ത് മാത്രമാണ്, OH ഗ്രൂപ്പുകൾ മാത്രം. ഇവിടെ ഒരു OH, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെയും അതുപോലെ OHകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആൽക്കഹോളിക് ഗ്രൂപ്പുകളാണ് ബാക്കിയുള്ളത്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുകൾ. ഓക്കെ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന് നമുക്ക് വീണ്ടും റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും നമുക്ക് റെഡ്യൂസ് ചെയ്യാമായിരുന്നു. ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും റെഡ്യൂസ് ചെയ്ത് നമുക്ക് ആൽക്കഹോളിക് ഗ്രൂപ്പാക്കി മാറ്റാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ആൽഡിഹൈഡും കീറ്റോണും, ആൽഡിഹൈഡിക് ഗ്രൂപ്പും കീറ്റോണിക് ഗ്രൂപ്പും ഗ്ലൈക്കോസിഡിക് ലിങ്കേജിൽ പങ്കെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ ഇനി റെഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഗ്രൂപ്പുകൾ ഇല്ല സൂക്രോസിൽ. ഓക്കെ, അതുകൊണ്ട് സൂക്രോസിന് നമുക്കൊരു നോൺ റെഡ്യൂസിങ് ഷുഗർ ആയിട്ട് പറയാൻ പറ്റും. Okay, since the reducing group of glucose and fructose involved in glycosidic linkage, sucrose is a non-reducing sugar. Sucrose ഒരു non-reducing sugar ആണ്. Okay, ഇനി നമുക്ക് പഠിക്കാനുള്ളത് inversion of sugar. Inversion of sugar. എന്താണ് inversion of sugar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, hydrolysis of sucrose to glucose and fructose is called inversion of sugar. Okay, ഷുഗറിനെ അല്ലെങ്കിൽ സൂക്രോസിനെ ഹൈഡ്രോളിസിസ് നടത്തി ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇൻവേർഷൻ ഓഫ് ഷുഗർ. നമ്മളിപ്പോൾ പഠിച്ചു, സൂക്രോസിന് ഹൈഡ്രോളിസിസ് നടത്തിയ ഡൈലൂട്ട് HClന്റെയോ H2SO4ന്റെയോ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് നടത്തിയാൽ നമുക്ക് ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടുന്നു. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇൻവേർഷൻ ഓഫ് ഷുഗർ. എന്തുകൊണ്ടാണ് അതിനെ ഇൻവേർഷൻ ഓഫ് ഷുഗർ എന്ന് പറയുന്നത്? ഓക്കെ, സൂക്രോസ് ഈസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് പറഞ്ഞ ഒരു സ്റ്റീരിയോ കെമിസ്ട്രിയിൽ വരുന്ന ഒരു ടേം ആണ് ഡെക്സ്ട്രോ റൊട്ടേഷനും ലീവോ റൊട്ടേഷനും. ഒരു മോളിക്യൂളിൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് അത് ക്ലോക്ക് വൈസിലാണോ അതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുന്നതെങ്കിൽ അത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി, ആന്റി ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ലീവോ റൊട്ടേറ്ററി എന്നും വിളിക്കാൻ പറ്റും. സൂക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെക്സ്ട്രോ റൊട്ടേറ്ററി മോളിക്യൂളാണ്. എന്നാൽ സൂക്രോസിന് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്ലൂക്കോസും ഫ്രക്ടോസും, അതിൽ ഗ്ലൂക്കോസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണെങ്കിലും ഫ്രക്ടോസ് ലീവോ റൊട്ടേറ്ററി ആണ്. ഇവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഫ്രക്ടോസിന്റെ ലീവോ റൊട്ടേഷൻ ആണ്. ഓക്കെ, സൂക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെക്സ്ട്രോ റൊട്ടേറ്ററി മോളിക്യൂൾ ആണ്. അതിന് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ നമുക്ക് രണ്ട് മോളിക്യൂൾസ് ആണ്, ഒരു മിക്സർ ആണ് കിട്ടുന്നത്. എന്നാൽ ആ മിക്സറിലുള്ള കുറച്ച് മോളിക്യൂൾ, അതായത് ഗ്ലൂക്കോസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററിയും ഫ്രക്ടോസ് ലീവോ റൊട്ടേറ്ററിയുമാണ്. എന്നാൽ ലീവോ റൊട്ടേഷൻ ആണ് അവിടെ കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് മിക്സറിന്റെ നെറ്റ് എഫക്റ്റ് എന്തായിരിക്കും, ആ പ്രോഡക്റ്റിന്റെ നെറ്റ് എഫക്റ്റ് ലീവോ റൊട്ടേഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാം, ഹൈഡ്രോളിസിന്റെ ഫലമായിട്ട് ഡെക്സ്ട്രോ റൊട്ടേറ്ററി സൂക്രോസ് എന്തായിട്ട് മാറി, ലീവോ റൊട്ടേറ്ററി പ്രോഡക്റ്റ് ആയിട്ട് മാറി അല്ലേ. അവിടെ അതിന്റെ റൊട്ടേഷൻ എന്ത് ചെയ്തു, ഇൻവേർട്ട് ചെയ്തു, കോൺഫിഗറേഷൻ ഇൻവേർട്ട് ചെയ്തു എന്ന് പറയാം. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പ്രോസസ്സിനെ ഇൻവേർഷൻ ഓഫ് ഷുഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ dextrorotatory sucrose on hydrolysis give levorotatory mixture അല്ലേ. ഡെക്സ്ട്രോറൊട്ടേറ്ററി ഗ്ലൂക്കോസും ലീവോറൊട്ടേറ്ററി ഫ്രക്ടോസും ആണ് കിട്ടുന്നത്. പക്ഷേ കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ലീവോ റൊട്ടേഷൻ ആണ്, ഫ്രക്ടോസിന്റെ ലീവോ റൊട്ടേഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഹൈഡ്രോളിസിന്റെ ഫലമായിട്ട് ഡെക്സ്ട്രോറൊട്ടേറ്ററി സൂക്രോസ് എന്തായിട്ട് മാറി, ലീവോ റൊട്ടേറ്ററി പ്രോഡക്റ്റ് ഫോം ചെയ്തു എന്ന് പറയാം. അതുകൊണ്ട് ഇങ്ങനെ കോൺഫിഗറേഷൻ ഇൻവേർട്ട് ചെയ്തത് കൊണ്ട് ഈ പ്രോസസ്സിനെ നമ്മൾ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ഇവിടെ ഫോം ചെയ്യുന്ന ഈ ഡെക്സ്ട്രോറൊട്ടേറ്ററി ഗ്ലൂക്കോസിനെയും ലീവോറൊട്ടേറ്ററി ഫ്രക്ടോസിനെയും നമ്മൾ പറയുന്ന പേരാണ് ഇൻവേർട്ടഡ് ഷുഗർ. എന്താണ് അവിടെ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റിന് പറയുന്ന പേരാണ് ഇൻവേർട്ടഡ് ഷുഗർ എന്ന്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് പോളിസാക്കറൈഡ്സിനെ കുറിച്ചാണ്. എന്തായിരിക്കും പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു, ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ലാർജ് നമ്പർ ഓഫ് മോണോസാക്കറൈഡ് യൂണിറ്റുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റിനെയാണ് പോളിസാക്കറൈഡ്സ് എന്ന് വിളിക്കുന്നത്. പോളിസാക്കറൈഡിന് എക്സാമ്പിൾ ആയിരുന്നു സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പോളിസാക്കറൈഡിൽ ഓരോ മോണോസാക്കറൈഡ് യൂണിറ്റുകളും ഏത് ലിങ്കേജിലൂടെ ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക?
ഗ്ലൈക്കോസിഡിക് ലിങ്കേജിലൂടെയാണ് അല്ലെ. ഒരുപാട് മോണോസാക്രൈഡ് യൂണിറ്റുകൾ ഗ്ലൈക്കോസിഡിക് ലിങ്കേജിലൂടെ കണക്ട് ചെയ്ത് ഫോം ചെയ്ത ഒരു വലിയ മോളിക്യൂൾ ആയിരിക്കും പോളിസാക്രൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പോളിസാക്രൈഡിന്റെ ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച്. സ്റ്റാർച്ചിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് പറഞ്ഞു. സ്റ്റാർച്ചിന് ഹൈഡ്രോളിസിസ് നടത്തിയാൽ നമുക്ക് എന്താ കിട്ടുക? സ്റ്റാർച്ച് ഓൺ ഹൈഡ്രോളിസിസ് ഗിവ്സ് n നമ്പർ ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ. നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോ എന്താണ് സ്റ്റാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ മെയിൻ സ്റ്റോറേജ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ഡയറ്ററി സോഴ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് അല്ലേ. പ്ലാന്റ്സിന്റെ മെയിൻ എന്താണ് സ്റ്റോറേജ് ആണ് സ്റ്റാർച്ച് അല്ലേ. നമ്മൾ ഫുഡായിട്ട് കഴിക്കുന്ന പിന്നെ മെയിൻ കാർബോഹൈഡ്രേറ്റ് ഫോം ആണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. സ്റ്റാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ ഒരു പോളിമറാണ്. ഒരുപാട് ആൽഫ ഡി ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു മോണോസാക്രൈഡ് ആണ്. ഒരുപാട് മോണോസാക്രൈഡ് യൂണിറ്റുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് പോളിസാക്രൈഡ് ഫോം ചെയ്യുന്നത്. ഇവിടെയുള്ള മോണോസാക്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ്. ഒരുപാട് ആൽഫ ഡി ഗ്ലൂക്കോസുകൾ ഗ്ലൈക്കോസിഡിക് ലിങ്കേജിലൂടെ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു വലിയ ചെയിൻ ആയിരിക്കും സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാർച്ചിന്റെ മോണോമർ എന്താണ്? സ്റ്റാർച്ചിന്റെ മോണോമർ ആണ് ആൽഫ ഡി ഗ്ലൂക്കോസ്. ഓക്കെ, ഒരുപാട് ആൽഫ ഡി ഗ്ലൂക്കോസുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് സ്റ്റാർച്ച് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സ്റ്റാർച്ചിന് 2 കോമ്പണൻസ് ഉണ്ട്, 2 ഫോമിലുണ്ട്. ഒന്നാമത്തത് അമിലോസ്. എന്താണ് അമിലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 15 തൊട്ട് 20% സ്റ്റാർച്ച് അമിലോസ് ഫോമിലാണ് കാണുന്നത്. ഓക്കെ, 15 to 20% ഓഫ് സ്റ്റാർച്ച് ഈസ് ഇൻ അമിലോസ് ഫോം. ഇത് വാട്ടറിൽ സൊല്യൂബിൾ ആയ ഒരു ഫോമാണ്. ഓക്കെ, അപ്പൊ സ്റ്റാർച്ചിന്റെ വാട്ടർ സൊല്യൂബിൾ ഫോമാണ് അമിലോസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സ്റ്റാർച്ചിന്റെ വാട്ടറിൽ സൊല്യൂബിൾ ആയ ഫോമാണ് അമിലോസ്. ഓക്കെ, ഏകദേശം 20% സ്റ്റാർച്ച് അമിലോസ് ഫോമിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ എന്താണ്? ഒരുപാട് ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റുകൾ എന്ത് ചെയ്യുന്നു? C1C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജിലൂടെ കമ്പൈൻ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ ഫസ്റ്റ് മോളിക്യൂളിലെ, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഗ്ലൂക്കോസ് മോളിക്യൂളിലെ ഫസ്റ്റ് കാർബൺ ആറ്റം തൊട്ടടുത്ത ഗ്ലൂക്കോസ് മോളിക്യൂളിലെ 4th കാർബൺ ആറ്റവുമായിട്ട് ഒരു ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഫോം ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി ഇവിടുത്തെ ഫസ്റ്റ് കാർബൺ ആറ്റത്തിന് തൊട്ടടുത്ത ഗ്ലൂക്കോസ് മോളിക്യൂളിലെ 4th കാർബൺ ആറ്റവുമായിട്ടൊരു ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഫോം ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഈ ഗ്ലൈക്കോസിഡിക് ലിങ്കേജിലൂടെ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് ഒരുപാട് ഗ്ലൂക്കോസ് മോളിക്യൂളുകൾ ചേർന്നിട്ട് ഫോം ചെയ്യുന്ന ഒരു വലിയ പോളിമറിക് ചെയിനാണ് അമിലോസ്. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. അപ്പൊ അമിലോസില് ഒരു ഗ്ലൂക്കോസിലെ ഫസ്റ്റ് കാർബൺ തൊട്ടടുത്ത ഗ്ലൂക്കോസിലെ 4th കാർബണുമായിട്ടാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഫോം ചെയ്യുന്നത്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റാർച്ചിന്റെ ഫോമാണ് അമിലോപെക്റ്റിൻ. ഓക്കെ, എന്താണ് അമിലോപെക്റ്റിൻ എന്ന് പറയുന്നത്? ഏകദേശം 85% സ്റ്റാർച്ചും അമിലോപെക്റ്റിൻ ഫോമിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആയ ഒരു സ്റ്റാർച്ചിന്റെ ഫോമാണ്. ഓക്കെ, അപ്പൊ 85% സ്റ്റാർച്ചും അമിലോപെക്റ്റിൻ ഫോമിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് വാട്ടർ ഇൻസൊല്യൂബിൾ ആയ സ്റ്റാർച്ചിന്റെ ഫോമാണ്. അപ്പൊ അമിലോസ് വാട്ടർ സൊല്യൂബിൾ ആണ്, അമിലോപെക്റ്റിൻ വാട്ടർ ഇൻസൊല്യൂബിൾ ആണ്. ഇവിടെ എന്ത് വ്യത്യാസമാണുള്ളത്? അമിലോസും അമിലോപെക്റ്റിനും തമ്മിലുള്ള വ്യത്യാസം. അമിലോസിൽ നമ്മൾ കണ്ടു C1C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് കണ്ടു. ഇവിടെയും ആ ലിങ്കേജ് നമുക്ക് കാണാൻ പറ്റും. ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ഫോം C1C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഇവിടെ കണ്ട പോലെ തന്നെയുള്ള C1C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് കാണും. അതിന്റെ കൂടെ തന്നെ ഒരു C1C6 ബ്രാഞ്ചിങ്ങും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ഫോം C1C4 glycosidic linkage and branching occurs by C1C6 glycosidic linkage. ഒരു ഫസ്റ്റ് കാർബൺ ആറ്റം, ഒരു മോളിക്യൂളിലെ ഫസ്റ്റ് കാർബൺ ആറ്റവും മറ്റൊരു മോളിക്യൂളിലെ 6th കാർബൺ ആറ്റവുമായിട്ട് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഫോം ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ നേരത്തെ ഇവിടെ കണ്ട പോലെ തന്നെ C1C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഇങ്ങനെ ഈ ചെയിന് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ ഒരു യൂണിറ്റിലെ ഫസ്റ്റ് കാർബണും തൊട്ട് താഴെയുള്ള ചെയിനിലെ 6th കാർബണും തമ്മിലൊരു ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്, ഒരു ബ്രാഞ്ചിങ്.
ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെയിൻ ഇങ്ങനെ പോകുന്നു, ഒരു ഗ്ലൈക്കോസിഡിക് ലിങ്കേജിലൂടെ ഒരു ചെയിൻ പോകുന്നു. അതിനിടയിൽ ഒരു യൂണിറ്റിൽ നിന്ന് തൊട്ട് താഴെയുള്ള ചെയിനിലേക്ക് ഒരു ബ്രാഞ്ച് നമുക്ക് കാണാം, ഒരു ബ്രാഞ്ചിങ്, ഒരു ഗ്ലൈക്കോസിഡിക് ലിങ്കേജിലൂടെ ഒരു ബ്രാഞ്ചിങ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ C1C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജും C1C6 ഗ്ലൈക്കോസിഡിക് ലിങ്കേജും നമുക്ക് കാണാൻ പറ്റും അമിലോപെക്റ്റിനിൽ. ഓക്കെ, അപ്പോൾ 80% സ്റ്റാർച്ചും അമിലോപെക്റ്റിൻ ഫോമിലാണ് കാണുന്നത്. അത് വാട്ടർ ഇൻസൊല്യൂബിൾ ആയ ഫോമാണ്. ഇവിടെ C1C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജും C1C6 ഗ്ലൈക്കോസിഡിക് ലിങ്കേജും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോളിസാക്കറൈഡ് ആണ് സെല്ലുലോസ്. പ്ലാന്റ്സിൽ മാത്രം കാണുന്ന ഒരു ഫോമാണ്, കാർബോഹൈഡ്രേറ്റിന്റെ ഫോമാണ് സെല്ലുലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ മോണോമർ ബീറ്റാ-D ഗ്ലൂക്കോസ് ആണ്. ബീറ്റാ-D ഗ്ലൂക്കോസുകൾ C1C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജിലൂടെ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് സെല്ലുലോസ്. അപ്പോൾ സ്റ്റാർച്ച് എന്ന് പറയുന്നത് ആൽഫ-D ഗ്ലൂക്കോസിന്റെ പോളിമറാണ്. സെല്ലുലോസ് എന്ന് പറയുന്നത് ബീറ്റാ-D ഗ്ലൂക്കോസ്, ഒരുപാട് ബീറ്റാ-D ഗ്ലൂക്കോസ് യൂണിറ്റുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് സെല്ലുലോസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത പോളിസാക്കറൈഡ് ആണ് ഗ്ലൈക്കോജൻ. ഓക്കെ, ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് അനിമൽ ബോഡിയിൽ കാണുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൈക്കോജൻ. ഇതിനെ നമ്മൾ അനിമൽ സ്റ്റാർച്ച് എന്നും വിളിക്കാറുണ്ട്. സ്റ്റാർച്ചിന്റെ അതേ സ്റ്റാർച്ചിലുള്ള അമിലോപെക്റ്റിന്റെ അതേ സ്ട്രക്ചർ തന്നെയാണ് ഗ്ലൈക്കോജൻ ഉള്ളത്. അതുകൊണ്ട് അനിമൽ ബോഡിയിൽ കാണുന്ന കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ അനിമൽ സ്റ്റാർച്ച് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്ലൈക്കോജൻ പ്രസന്റ് ഇൻ അനിമൽ ബോഡി, ദ കാർബോഹൈഡ്രേറ്റ് പ്രസന്റ് ഇൻ അനിമൽ ബോഡി ആൻഡ് ഓൾസോ നോൺ ആസ് അനിമൽ സ്റ്റാർച്ച്. ഗ്ലൈക്കോജൻ നമുക്ക് അനിമൽ സ്റ്റാർച്ച് എന്ന പേരിലും വിളിക്കുന്നുണ്ട്. സ്റ്റാർച്ചിലെ അമിലോപെക്റ്റിന്റെ അതേ സ്ട്രക്ചറൽ ഫോം തന്നെയാണ് ഗ്ലൈക്കോജനും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതിലെ ഫോക്കസ് ഏരിയ തന്നെയാണ് അടുത്ത ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് കാർബോഹൈഡ്രേറ്റ് എന്നും കാർബോഹൈഡ്രേറ്റിന്റെ ക്ലാസിഫിക്കേഷനും അതിൽ മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ്, പോളിസാക്രൈഡ് എന്നിവയെ കുറിച്ചുമാണ് പഠിച്ചത്. ഈ പ്രോട്ടീനെ കുറിച്ചാണ് നമുക്ക് അടുത്തതായിട്ട് എടുക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.